ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ അവരുടെ ആദ്യ മത്സരത്തിൽ നേരിട്ടത് ഒമാനെയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ ഓപ്പണറെ നഷ്ടമായെങ്കിലും പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് ഹാരിസ് 50 നേടി 43 ബോളിൽ 66 റൺസ് നേടി മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സെക്കൻഡ് ഓപ്പണറായ മുഹമ്മദ് ഹാരിസും ഫർഹാനും ചേർന്ന് 85 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ക്രിയേറ്റ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ ഒമാൻ പാകിസ്ഥാൻ്റെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. വളരെ മികച്ചൊരു സ്കോർ പ്രതീക്ഷിച്ച് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പാകിസ്ഥാന് 160 റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വളരെ കൃത്യമായ ബോളിംഗാണ്, കൃത്യതയോടെ ബോൾ ചെയ്ത ഒമാൻ മികച്ച ബോളിംഗ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പാകിസ്ഥാൻ നിരയിൽ എടുത്തു പറയേണ്ടത് മുഹമ്മദ് ഹാരിസിൻ്റെ ടോപ്പ് ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ്. 43 ബോളിൽ 66 റൺസ് എടുത്ത അദ്ദേഹം 7 4ഉം 3 സിക്സറുകളും നേടി. പിന്നീട് എടുത്തു പറയാനൊരു നല്ലൊരു സ്കോറില്ല. ഓപ്പണർ ഫർഹാൻ 29 ബോളിലാണ് 29 റൺസ് എടുത്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒമാൻ്റെ ബൗളിംഗ് വളരെയേറെ കൃത്യതയും മികച്ചതുമായിരുന്നു എന്ന്. പക്ഷേ ആ ബൗളിംഗ് പെർഫോമൻസ് ബാറ്റിങ്ങിൽ തുടരാൻ ഒമാന് കഴിഞ്ഞില്ല. പാകിസ്ഥാൻ്റെ ബൗളിങ്ങിന് മുന്നിൽ കറങ്ങി വീണ് വെറും 67 റൺസ് മാത്രമാണ് 16.4 ഓവറിൽ ഒമാന് എടുക്കാൻ കഴിഞ്ഞത്. ഹമദ് മിർസയ്ക്ക് മാത്രമാണ് ഒമാൻ നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. 27 റൺസാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ 93 റൺസിൻ്റെ വിജയം പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. പ്ലെയർ ഓഫ് ദി മാച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത് വേറെ ആരുമല്ല, മുഹമ്മദ് ഹാരിസിനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി തന്നെയാണ്. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.